ഓരോ യാത്രയും വ്യത്യസ്തമാണ്. ഓരോ യാത്രികനും വ്യത്യസ്തനാണ്. യാത്ര തുടരുകയാണ്. നമ്മുടെ സലാല യാത്രയുടെ 2ാം ദിവസമാണിന്ന്. പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കവർ ചെയ്യാനുണ്ട്. രാവിലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഷാർപ്പ് 8 മണിക്ക് നമ്മൾ യാത്ര തുടർന്നു. ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി, ആൻറ്റി ഗ്രാവിറ്റി പോയിന്റ്, അതാണ് ഇന്നത്തെ ഫസ്റ്റ് ലൊക്കേഷൻ. കാണാം ഇന്നത്തെ കാഴ്ചകൾ. ആൻറ്റി ഗ്രാവിറ്റി പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു ബഹിരാകാശം സെറ്റപ്പ് ആയിരിക്കും. അതായത് നമ്മളൊക്കെ ഇങ്ങനെ ഫ്രീ ആയി പാറി പറന്ന് ഒഴുകി നടക്കുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാജിക്കൽ മൊമെന്റ്. സലാലയിലെ ആൻറ്റി ഗ്രാവിറ്റി പോയിന്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് കണ്ടു നോക്കാം. സലാലയിലെ താവി അറ്റയർ അഥവാ മിർബാത്ത് എന്ന പ്രദേശത്തിന് സമീപമാണ് മാജിക്കൽ സ്പോട്ടായിട്ടുള്ള ഈ ആൻറ്റി ഗ്രാവിറ്റി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ആൻറ്റി ഗ്രാവിറ്റി പോയിന്റിൽ നിന്നുള്ള നമ്മുടെ ബസ്സിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഡ്രൈവർ ഇവിടെ സീറ്റിലില്ല, നിങ്ങൾക്ക് കാണാം. ന്യൂട്രൽ ഗിയറിൽ ആക്സിലറേഷൻ ഒന്നുമില്ലാതെയാണ് ബസ് മൂവ് ചെയ്യുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ചുറ്റുമുള്ള ഭൂമിയുടെ ലേഔട്ട് കാരണം ഒരു ചെറിയ താഴേക്കുള്ള ചെരിവ് ഒരു കുന്നിൻ ചെരുവായി കാണപ്പെടുന്ന ഇത്തരം സ്ഥലങ്ങളെ ഗ്രാവിറ്റി ഹിൽ എന്നാണ് വിളിക്കുന്നത്. ഇത് വെള്ളം മുകളിലേക്ക് ഒഴുകുന്നത് പോലെ, അല്ലെങ്കിൽ ഗിയറിൽ നിന്ന് വിട്ടുപോയൊരു കാറ് മുകളിലേക്ക് ഉരുണ്ടു പോകുന്നത് പോലെ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, ഒരുതരം മിഥ്യാധാരണ കാഴ്ചക്കാരനിൽ സൃഷ്ടിക്കുന്നു. ഇത്തരം സൈറ്റുകൾ മാജിക് റോഡ്, മാജിക് ഹില്ല് എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഒരു ആക്സിലറേഷനും ഇല്ലാതെ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ഈ മേഖലയിൽ കാറുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു പ്രദേശം മുഴുവൻ പച്ചപ്പ് നിറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ടു കിടക്കാണ്. അതിനു മേലെ കനം കൂടിയും കുറഞ്ഞു നിൽക്കുന്ന കോടമഞ്ഞും എപ്പോഴും വന്നും പോയി നിൽക്കുന്ന ചാറ്റൽ മഴയും ഭീകരമായൊരു നിശബ്ദതയും വല്ലാത്തൊരു ഫീൽ നൽകുന്നു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ജബൽ സംഹാൻ അഥവാ മൗണ്ട് സംഹാൻ. ഒമാനിലെ ദോഫാർ പർവ്വതനിരകൾ രൂപപ്പെടുത്തുന്ന 3 ഏറ്റവും ഉയരമുള്ള പരമ്പരയിൽപ്പെടുന്ന പർവ്വത സമൂഹമാണിത്. സലാലയുടെ കിഴക്കു ഭാഗത്താണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഒമാനിലെ പർവ്വത മരുഭൂമിയുടെ പ്രൗഢി ആസ്വദിക്കാൻ ഏറ്റവും മികച്ചൊരിടം. വൈവിധ്യമാർന്ന വന്യജീവികളുടെ സാന്നിധ്യവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒമാനിലെ ഏറ്റവും വലിയ ഗവർണറേറ്റായ ദോഫാറിലെ മൗണ്ട് സംഹാൻ പ്രദേശത്തെ ഒരു പ്രകൃതി സംരക്ഷണ കേന്ദ്രമായാണ് ജബൽ സംഹാൻ നേച്ചർ റിസർവ് നിലകൊള്ളുന്നത്. ഈ നേച്ചർ റിസർവിന് 4500 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. ഇത് 1700 ചതുരശ്ര മൈലിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു. റിസർവിൽ സ്ഥിരമായ ജനസംഖ്യയില്ല. അറേബ്യൻ പുള്ളിപ്പുലികളെ ഇവിടെ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് പക്ഷെ കുറച്ച് പശുക്കളെയും പുല്ല് തിന്നുന്ന ഒട്ടകത്തെയും മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ കേട്ടോ. No, there is upside in tree. This is what tiger? Tiger? Look at this. White tiger. Which one? Upside the tree. Upside the tree. What? Yeah, look. Look, comedy. This is a tiger. No, where? Show us. Baby cow. വാദി ദർബാദ്, സലാലയിലെ പ്രകൃതി സൗന്ദര്യത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഇടം. വാദി ദർബാദ് അഥവാ ദർബാദ് വാലി കാഴ്ചക്കാരിൽ അവിസ്മരണീയമായൊരു യാത്രാനുഭവം സൃഷ്ടിക്കാൻ ആവശ്യമായതെല്ലാം വാഗ്ദാനം ചെയ്യുന്ന അത്ഭുത താഴ്വര. വാദി ദർബാദ് സന്ദർശിക്കാതെ സലാലയിലേക്കുള്ള ഒരു സന്ദർശനം പൂർത്തിയാകാറില്ല. കണക്കുകൾ പ്രകാരം സലാലയിലെത്തുന്ന സഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണിത്. ഏതാണ്ട് ഉച്ചയോടടുപ്പിച്ചാണ് നമ്മളിവിടെ എത്തുന്നത്. നമുക്കുള്ള ലഞ്ച് ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നു. ഏറ്റവും സന്തോഷകരമായ കാര്യം, ഈ പ്രകൃതി സൗന്ദര്യം ഒക്കെ വേണ്ടുവോളം ആസ്വദിച്ച് ഈ തടാകത്തിനരികിൽ പുൽത്തകിടിയിലും ചെറിയ പാറക്കല്ലുകളിലും ഒക്കെ ഇരുന്ന് ഒരുമിച്ചാണ് ഞങ്ങൾ ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. തടാകത്തിലെ നിലയ്ക്കാതെ ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദവും കണ്ണെത്താ ദൂരത്ത് കുന്നിൻ മുകളിൽ നിന്നും അരിച്ചിറങ്ങുന്ന കോടമഞ്ഞിന്റെ തണുപ്പും പുതിയ സൗഹൃദങ്ങളുടെ സന്തോഷ നിമിഷങ്ങളും ദർബാദ് താഴ്വരയെ ഞങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ടതാക്കി. കുന്നിൻ ചെരുവിലെ
ഇരുവശങ്ങളിലും മരത്തണലുകളോടുകൂടിയ ഈ ഒരു റോഡിലൂടെയാണ് നമ്മൾ ബോട്ടിംഗ് ഏരിയയിലേക്ക് പോകുന്നത്. താഴെ ചെറുതായി ബോട്ട് അനങ്ങുന്നത് കാണാം. ഒരുപാട് സഞ്ചാരികൾ ഉണ്ടെങ്കിലും അതിൻ്റെ യാതൊരു വിധത്തിലുള്ള ബഹളങ്ങളുമില്ലാത്ത നിശബ്ദമായൊരു താഴ്വര. ബോട്ടിങ്ങിനടുത്ത് തന്നെയായിട്ട് ചെറിയ കുറച്ച് ഷോപ്പുകളുണ്ട്. അവിടെ തേന്, ചായ, ചെറിയ അലങ്കാര വസ്തുക്കൾ ഒക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് ബോട്ടിങ്ങിലുള്ള ആ ഒരു കോമ്പൗണ്ട്. അങ്ങോട്ട് സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ട് ഇറങ്ങി പോവാനായിട്ട്. ഒരുപാട് പേര് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ബോട്ടുകളൊക്കെ ഫ്രീ ആവുന്നുണ്ട്. നമ്മുടെ ടീമിലുള്ള എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു. കുറേ പേര് താഴെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. കുറേ പേര് നടന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവിടെ. അങ്ങനെ താഴോട്ട് ഇറങ്ങി പോവാണ്. 8 പേരുള്ള ഒരു ഗ്രൂപ്പിന് 5 റിയാൽ അങ്ങനെയായിരുന്നു പ്രൈസ് പറഞ്ഞത് ബോട്ടിന്. 8 പേരായിട്ടാണ് നമ്മൾ പോയത്. ആദ്യം ചോദിച്ചില്ലേ അത് വേറെ No, really no. ഇസിലെവിടെ? ഇസിലെടുത്ത് കൈ പിടിച്ചോട്ടോ. സലാലയിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഐൻ അത്തൂക്ക്. ഖരീഫ് സീസണിൽ മാത്രമേ ഇത് ദൃശ്യമാകൂ. അങ്ങോട്ടേക്കുള്ള നടപ്പാതയാണ്. വഴിയരികിൽ തേൻ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ചാറ്റൽ മഴയുള്ളതുകൊണ്ട് ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് കുട വിൽപ്പനക്കാരെയും അങ്ങിങ്ങായി കാണാം. സലാലയുടെ വെള്ളം കെട്ടി നിൽക്കുന്ന ചില ഭാഗങ്ങളിൽ കൊതുക് പോലുള്ള ചെറിയ പ്രാണികളുണ്ട്. അവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള സ്പ്രേയും അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിനരികിലേക്ക് കടക്കുന്ന ഈ ഭാഗത്ത് ഒഴുക്കുള്ള കുറച്ച് പാറക്കഷ്ണങ്ങളുണ്ട്. അവ മറികടന്നാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിന് താഴേക്ക് പോകുന്നത്. ജൂൺ അവസാനത്തിലായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര. മൺസൂൺ അവസാനം അടുത്ത മാസം ആകുമ്പോഴേക്കും കുറച്ചുകൂടി ശക്തി പ്രാപിക്കും. അങ്ങനെ വാദി ദർബാറിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അവിടുന്ന് മടങ്ങുകയാണ് നേരെ റൂമിലേക്ക്. ഇന്ന് ഞങ്ങളുടെ സലാല യാത്രയുടെ 3ാമത്തെയും അവസാനത്തെയും ദിവസമാണ്. ഇന്ന് മുക്സൈൽ ബീച്ച്, അയൂബ് നബി ടോംബ് ഈ 2 സ്ഥലങ്ങളിലേക്കാണ് പോകാനുള്ളത്. ബ്രേക്ക്ഫാസ്റ്റും ലഗേജ് പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് സംഹാരം റിസോർട്ടിനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആദ്യമായി പോയത് നബി അയൂബിന്റെ ടോംബ് കാണാനാണ്. സലാലയിൽ നിന്നും 35 കിലോമീറ്റർ കിഴക്കുവശത്തായി ഔഖദ് എന്ന ഗ്രാമത്തിലാണ് ടോംബ് സ്ഥിതി ചെയ്യുന്നത്. ഈന്തപ്പനകളാലും പച്ചക്കുന്നുകളാലും ചുറ്റപ്പെട്ട ഒരു ചെറിയ താഴ്വരയിലാണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്.
പ്രാദേശിക ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഇസ്ലാമിൽ നബി അയ്യൂബിനെ ബൈബിളിൽ പ്രോഫറ്റ് ജോബ് എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലായിട്ടാണ് ടോംബ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്തോറും കോടമഞ്ഞിന്റെ കാഠിന്യം കൂടി വരികയായിരുന്നു. സലാല നഗരത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് മനോഹരമായ അൽഖാറ പർവ്വത നിരകളിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഈ ടോംബിന് 4 മീറ്റർ നീളമുണ്ട്. ഒരു പുരാതന പ്രാർത്ഥന സ്ഥലവുമുണ്ട് ടോംബിനരികിലായി. ടോംബിന്റെ പ്രവേശന കവാടത്തിന് മുമ്പ് പ്രവാചകനായ അയ്യൂബിന്റെ കാൽപ്പാടുകൾ കല്ലിൽ പതിച്ചിരിക്കുന്നു. ഈ കല്ല് താഴെ നിരപ്പിന് താഴെയാണ്. അയ്യൂബ് നബിയുടെ ചരിത്രപരമായ പ്രാധാന്യം കാരണം മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ എന്നിവരുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം. നമ്മുടെ സലാല യാത്രയുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ മുക്സൈൽ ബീച്ചിലെ കാഴ്ചകളാണ് ഇനി. ഒമാനിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് ആകർഷണമാണ് അൽ മുക്സൈൽ ബീച്ച്. പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ബീച്ച്. നീല സമുദ്രവും വെളുത്ത മണലും ചേർന്ന ഒരു നീണ്ട പ്രദേശമാണ് അൽ മുക്സൈൽ. ലാൻഡ്സ്കേപ്പ് വളരെ മനോഹരമാണ്. ബീച്ചിന് ഇരുവശവും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഇത് കാഴ്ചയെ മനോഹരവും ഫോട്ടോജനിക്കുമാക്കുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം മർനീഫ് ഗുഹയും ബ്ലോ ഹോളുകളുമാണ്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുള്ള മനോഹരമായ സ്ഥലമാണ് സലാല. ഇവയിൽ ബീച്ചുകൾ, പർവ്വതങ്ങൾ, സിങ്ക് ഹോളുകൾ, മണൽക്കുന്നുകൾ, ഗുഹകൾ എന്നിവ ഉൾപ്പെടുന്നു. സലാലയിൽ നിരവധി ഗുഹകൾ ഉണ്ടെങ്കിലും പടിഞ്ഞാറ് ഭാഗത്തുള്ള മർനീഫ് ഗുഹയാണ് ഏറ്റവും ജനപ്രിയമായത്. വിക്കിപീഡിയ അനുസരിച്ച് ബ്ലോഹോളിന്റെ നിർവചനം കടൽ ഗുഹകൾ മുകളിലേക്കും കരയിലേക്കും വളർന്ന് ഉപരിതലത്തിലേക്ക് സ്വയം തുറന്നു കാട്ടുമ്പോൾ ഒരു ബ്ലോ ഹോൾ രൂപക്കൊള്ളുന്നു. ഗുഹയുടെ ഷേപ്പും കാലാവസ്ഥയും ഉചിതമാണെങ്കിൽ ബ്ലോ ഹോളിന്റെ മുകളിൽ നിന്ന് വെള്ളം പൊട്ടിത്തെറിക്കാൻ കാരണമാകും. മുക്സൈൽ ബീച്ചിൽ പ്രധാനമായും 3 ബ്ലോ ഹോളുകളാണുള്ളത്. അവയ്ക്ക് മുകളിൽ വലകളുണ്ട്. കടൽ അല്പം പ്രക്ഷുബ്ധമാകുമ്പോൾ സമുദ്രത്തിന് തൊട്ടു മുകളിലുള്ള പാറയിലെ ഈ ദ്വാരങ്ങളിലൂടെ സമുദ്രജലം വായുവിലേക്ക് പൊട്ടിത്തെറിക്കുന്നു. ബ്ലോ ഹോളുകളിൽ നിന്നുള്ള വാട്ടർ ജെറ്റ് സീസൺ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. പക്ഷേ ഖരീഫ് സീസണിൽ ആകാശത്ത് 28 മീറ്റർ വരെ ഉയരത്തിൽ ഇവ എത്തും.